வணக்கம் ஐயா. மாதுரி அம்மா. ஓ, ஆச்சரியமா இருக்கே. உங்களை எனக்கு ரொம்ப பிடிக்கும். நீ ரஜினி சார் கூட நடிச்சிருக்கலையா? ரஜினி சார் ஆக்டிங் சூப்பர் ஸ்டைல். நிஜமா சொல்றேன், நான் அண்ணனோட ரசிக. നീ പറഞ്ഞു ചെയ്യാം ആദ്യം. ശരി. വിശേഷങ്ങൾ പറയാൻ ധാരാളം സമയമുണ്ട്. ഇനി ഇവിടെ എന്തുണ്ടാവും? മാധുരി, ആവശ്യത്തിന് ഒരു കൊട്ട് കൊടുത്തൊന്നും സമാധാനിക്കാൻ വകയില്ല നമുക്ക്. ഡൽഹിയിലും കൽക്കട്ടയിലും തെരുവുകളിലും ചേരികളിലും കിടന്ന് വെട്ടും കുത്തുമുണ്ടാക്കി ആയുധം കണ്ടും ചോര കണ്ടും മറപ്പ് തീർന്ന മനാഫ് ഹുസൈൻ എന്ന ചിത്രകാരൻ കൈക്കരുത്തും മെയ്ക്കരുത്തും ലെവലേശമില്ലാത്ത ഉണ്ണിപ്പണ്ടി ഉടലും വാഴപ്പിണ്ടി കൈകാലുകളുമായി കേരള മണ്ണിലെ അങ്ങുമെങ്ങും ചെളിവാരി എറിഞ്ഞും രാഷ്ട്രീയം കളിക്കുന്ന രാഷ്ട്രീയ ഭൂമാഫിയകൾക്ക് ഇവിടെ മനാഫ് ഹുസൈന് നേരെ നിൽക്കണമെങ്കിൽ പടയൊരുക്കം പല വിധത്തിൽ വേണ്ടിവരും. കരിന്തോളി പറഞ്ഞതിലും കാര്യമുണ്ട്. ഇന്ത്യൻ മിലിറ്ററിയുടെ മുൻനിരയിൽ കൂലിപ്പട്ടാളമായി ഇരച്ചു കയറി ശത്രുപാളയം ഒന്നടക്കം തകർത്തതിന് അവനെ ആദരിച്ചിട്ടുണ്ട്. എന്തോ ഒരു ചക്രം കൊടുത്ത്. ചതിവിൽ വീഴാത്ത യോദ്ധാക്കളില്ല. തക്കം പാർത്തിരിക്കുക. വീഴും. ഹുസൈനല്ല, ഏതവനും വീഴും. തക്കം പാർത്തിരുന്ന് വീഴിക്കുന്ന നയപരിപാടി ഒരിക്കൽ ജനം തിരിച്ചറിയും. അതോടെ തീരുവല്ല. അതിനു മുമ്പ് അവനെ തീർക്കും. മാന്യ സദസ്സിനെ വിദൂഷകനായി എത്തിയ നാം ഏവർക്കും വേണ്ടി തൊഴുത് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ പ്രബുദ്ധരായ നിങ്ങൾക്ക് വേണ്ടി യയാതി എന്ന ഭോഗരസപ്രിയന്റെ കഥ നാടകമായി അവതരിപ്പിച്ചങ്ങ് കാണിക്കാമെന്ന് ഏറ്റിരിക്കയാൽ യയാതിയെക്കുറിച്ച് ചിലത് അറിഞ്ഞിരിക്കുന്നത് നന്ന്. ഷീ ആസ്കിംഗ്, ഹു ഈസ് യയാതി? യയാതി വാസ് കിങ് ഓഫ് ഹസ്തിനപുരി. ഹായ്, എന്താ ഇപ്പൊ ഹസ്തിനപുരി എന്നായി ലേ? മഹാഭാരത കഥയിലെ ഭൂമികയാണ് ഈ ഹസ്തിനപുരി. ഭാരതത്തിന്റെ ഹൃദയഭാഗം. രാജ്യത്തെ മറന്ന്, രാജ്യസേവകരെ മറന്ന്, പ്രജകളെ മറന്ന് ഭോഗാസക്തിയിൽ മുങ്ങിത്താഴ്ന്ന യയാതി, മദ്യവും മദിരാക്ഷിയും ധൂർത്തും നായാട്ടും കൈമുതലാക്കിയ യയാതി. യയാതിയെ അപ്സരസുകൾ പോലും മോഹിച്ചിരുന്നു. സ്വാതി മാസത്തിലെ മഴത്തുള്ളി ചിപ്പിയിൽ വീണുണ്ടായ മുത്താണ് യയാതി. അങ്ങനെയിരിക്കുന്ന കാലത്തിങ്കൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ധീരനും ശക്തനും സുന്ദരനുമായ യയാതിയെ വർണ്ണിക്കാൻ ഇനിയും വാക്കുകൾ ജനിക്കേണ്ടിയിരിക്കുന്നു. പ്രണയവും കോപവും കരുണയും വാത്സല്യവുമെല്ലാം ക്ഷിപ്രമാണ് യയാതിക്ക്. ആയതിനാൽ അതീവ ശ്രദ്ധയോടെ വേണം യയാതിയെ സമീപിക്കാൻ. കുളമ്പടി ശബ്ദമല്ലേ കേൾക്കുന്നത്? 7 കുതിരകൾക്കൊത്ത ശക്തിയും വേഗതയും വായുബലവുമുള്ള യയാതിയുടെ കുതിരയുടെ കുളമ്പടി ശബ്ദം. അതെ, നായാട്ട് കഴിഞ്ഞ് തിരിച്ചെത്തുകയാണ് യയാതി മഹാരാജൻ. പറഞ്ഞു നിന്ന് നേരം പോയത് അറിഞ്ഞില്ല. വിദൂഷകനായ നാം മഠാധിപതിയും അമാത്യനുമായി മാറേണ്ടിയിരിക്കുന്നു. ഹസ്തിനപുരത്തിന് അധിപതി, ഭാരതവർഷം തെക്കും വടക്കും ശ്രീകൊണ്ട യയാതി മഹാരാജൻ എഴുന്നള്ളുന്നു. 4 പക്ഷക്കാലം കൊടും കാനനത്തിലെ നായാട്ടിന് ശേഷം വസന്തകാല മന്ദിരത്തിലേക്ക് എഴുന്നള്ളുന്നു. തോഴികളും ദാസികളും ജാഗ്രത, ജാഗ്രത, ജാഗ്രത. ഇങ്ങനെ കടകോല് കൊണ്ട് കടഞ്ഞെടുത്താലേ മോരിന് നല്ല സ്വാദ് കിട്ടുള്ളൂ. മനുഷ്യന്റെ കൈ ഒഴിഞ്ഞു. ആ മിക്സിയിൽ ഒഴിച്ച് ഒറ്റ കറക്കങ്ങ് കറക്കിയ മോര് റെഡിയാ. അത് നീയും നിന്റെ കെട്ടിയവനും മണ്ണും കഞ്ഞി വെച്ച് കളിക്കണ കാലത്ത് മതി. ഇപ്പൊ ഇതെങ്ങനെ മതി? അല്ല പിന്നെ വേണമെങ്കിൽ ഇത്ര കരിവേപ്പിലൂടെയും കിട്ടോ. പപ്പുമാവ, എന്തൊക്കെയുണ്ട് കിച്ചണിലെ വിശേഷങ്ങള്? ഇവിടെ നല്ല വിശേഷങ്ങളല്ലേ. ഭാനു, ഒന്ന് തരുമോ? ഞാനൊന്ന് ചുറ്റിച്ചു നോക്കട്ടെ. അതിനെന്താ, കൈ മാറാൻ ഒരാളെ നോക്കിയിരിക്കുന്നു ഞാൻ. നിന്റെ ദേഹത്ത് മുഴുവനാവും. നേരാ, സാരിയെല്ലാം ചീത്തയാവും. സാരല്ലെന്നേ. മാറിക്കെ മാറിക്കെ, ഞാനൊന്ന് നോക്കട്ടെ.
ജപസ്ഥിരത്വ രേഖേച്ച ഭ്രമരീ ദൃഷ്ടി അശ്രമഃ മേധാശ്രദ്ധ വജോഗീതം പാത്രപ്രാണ ദശസ്മൃത എന്നുവെച്ചാൽ ജപം വേഗം, സ്ഥിരത്വം സ്ഥിരത, രേഖേച്ഛ രൂപം, ഭ്രമരി ചുറ്റുവാനുള്ള കഴിവ്, ദൃഷ്ടി നോട്ടം, അശ്രമഃ വിശ്രമമില്ലാതെ, മേധ ബുദ്ധി, ശ്രദ്ധ ശ്രദ്ധിക്കാനുള്ള കഴിവ്, വജോ പറയാനുള്ള കഴിവ്, ഗീതം പാടുവാനുള്ള കഴിവ്. ഈ 10 ഗുണങ്ങൾ ഒരു നടനും നടിക്കും അത്യാവശ്യമാണ്. രാമു, ഈ ഡയലോഗ് എടുത്ത് ശ്ലോകം ചൊല്ലുകൊണ്ടൊന്നും നടനാവില്ല കേട്ടോ. ഒരുത്തി എഴുന്നള്ളിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ. ബോളിവുഡിലും കോളിവുഡിലും ഒക്കെ രോമാഞ്ചം അണിയിച്ചിരുന്ന ഇവളുടെ ജാട സഹിക്കാനൊന്നും ഈ ബാബുരാജനെ കിട്ടത്തില്ല കേട്ടോ. ഏയ്, അവരങ്ങനെ ജാടക്കാരിയാണെന്ന് ഒരു കേട്ടറിവില്ല. എന്ന് വെച്ചാ നീ അവരുടെ കൂടെ ആയിരുന്നോ? എന്നല്ല ഞാൻ പറഞ്ഞത്. ഇവറ്റയുടെയൊക്കെ കാര്യം എനിക്ക് അറിയാവുന്നതല്ലേ. തുടയ്ക്കാനും പിടിക്കാനും വീശാനും ചൂടിക്കാനും എന്ന് വേണ്ട, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ആള് വേണം. പിന്നെ ഇംഗ്ലീഷ് അല്ലാതെ നാവിന്ന് വരില്ലല്ലോ. ഇംഗ്ലീഷ് ജാടയൊക്കെ അവളുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. ഈ സിനിമാക്കാർക്ക് പൊതുവെ നാടകക്കാരെന്ന് പറഞ്ഞാൽ പുച്ഛവാ. ഒന്ന് മുഖം കാണിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെന്നാല് ഉടനെ തുടങ്ങും നാടകം വരുന്നു നാടകം വരുന്നു എന്ന്. നിങ്ങൾ ഈ പറയുന്ന ഭാവവും പത്രാസവും ഒന്നും മാധുരിക്ക് ഞാൻ കണ്ടില്ല. വലിയ നടിയാണെന്നുള്ള പൊങ്ങച്ചു അവർക്കില്ല. അല്ല പിന്നെ ഇത്രയും ഫേമസ് ആക്ട്രസ് ആയ അവർക്ക് എന്ത് ജാട ആവാൻ പാടില്ലാത്തത്? പിന്നെ മാധുരി ശർമ്മിഷ്ഠയായിട്ട് നിന്നാ അതൊരു അഴക് തന്നെ ആയിരിക്കും. സദസ്യരെ, ഉഗ്ര തപസ്സുകൊണ്ട് മൃതസഞ്ജീവിനി മന്ത്രം സ്വായത്തമാക്കിയ ക്ഷിപ്രകോപിഷ്ഠനായ അസുരഗുരു ശുക്രാചാര്യ മഹർഷിയുടെ പ്രിയപുത്രി ദേവയാനിയും അസുര രാജാവായ വൃഷപർവാവിന്റെ പ്രിയപുത്രി ശർമ്മിഷ്ഠയും തമ്മിൽ ഏതൊരു കാര്യത്തിലും കടുത്ത മാത്സര്യം തന്നെ ഉണ്ടായിരുന്നു. ശുക്രാചാര്യനിൽ നിന്നും സഞ്ജീവിനി വിദ്യ അപഹരിക്കാനെത്തിയ കജനെ പ്രണയിക്കുന്നതിൽ പോലും അപ്സരസ്സുകളെ വെല്ലുന്ന സൗന്ദര്യത്തിനുടമയായ ദേവയാനി കോപത്തിന്റെ കാര്യത്തിൽ അച്ഛൻ ശുക്രാചാര്യനോട് കിടപിടിക്കുന്നവളായിരുന്നു. ദേവയാനി ഉഗ്രമായ ഒരു അപസർപ്പക സ്വപ്നം കണ്ടു. അവൾ കണ്ട സ്വപ്നം അവൾ തന്നെ വർണ്ണിക്കട്ടെ. അടിയൻ മറ്റൊരു കഥാപാത്രമായി പരിണമിച്ചുകൊള്ളാം. വെളിയിൽ വസന്തത്തിലെ ശീതളവായുവിന്റെ സുഗന്ധം. എന്നാൽ പ്രണയ പാരവശ്യത്താൽ വിയർപ്പ് പൊടിഞ്ഞ് ഞാനിവിടെ കോമളയായ ഒരു വെള്ളത്താമര പോലെ പൂർണ്ണചന്ദ്രൻ വിടർന്നു നിൽക്കുന്നു. കുയിലിന്റെ ഉന്മാദരാഗം കാതുകളിൽ അമൃത പകരുന്നു. ഹൃദയത്തിൽ വീണയുടെ മധുരസ്വരം മുഴങ്ങുന്നു. സ്വപ്നങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അന്ധരായവർ സ്വപ്നം കാണാറുണ്ടോ? ഞാൻ കണ്ട സ്വപ്നം ഭയാനകമായിരുന്നു. ഉണർന്നപ്പോൾ കൊടും കാറ്റിൽ ഉലയുന്നത് പോലെ ഞാൻ വിറച്ചു. അടിമുടി വിയർപ്പിൽ കുളിച്ചു. മഞ്ഞിൽ കുളിച്ച ലത പോലെയായി ഞാൻ. ചങ്ങലയിൽ ബന്ധനസ്ഥനാക്കി കജനെ ഭടന്മാർ കൊണ്ടുവരുന്നിടത്താണ് സ്വപ്നം തുടങ്ങുന്നത്. പ്രാണേശ്വര, ഈ ഉള്ളവളെ വിട്ട് എവിടെ പോയിരുന്നു നീ? ആവില്ല, ഒരു നിമിഷം പോലും അങ്ങയെ പിരിഞ്ഞിരിക്കാനാവില്ല ദേവയാനിക്ക്. അങ്ങയുടെ ഉപദേശങ്ങളും വർണ്ണനകളുമല്ല ദേവയാനിക്ക് വേണ്ടത്, പ്രണയമാണ്. അങ്ങയുടെ ഈ ദാസി പ്രണയപുഷ്പങ്ങൾ അർപ്പിച്ച് മുല്ലവള്ളി കണക്കെ നിന്നിലേക്ക് ചുറ്റുന്നു. ദേവയാനി, ഇപ്പോഴും നീ എനിക്ക് സഹോദരി തന്നെയാണ്. സഹോദരി സഹോദരി സഹോദരി, ഇനിയും ആ പാഴ്വാക്ക് പുലമ്പാതിരിക്കുക. പാഴ്വാക്ക് പുലമ്പുന്ന മഠയനല്ല ഈ കജൻ. നീ എന്റെ സഹോദരി തന്നെ. ശുക്രാചാര്യ മഹർഷിയുടെ പ്രിയപുത്രി ദേവയാനിയുടെ പ്രണയം നിരസിച്ച ഈ നീചൻ മരണശിക്ഷ തന്നെ അർഹിക്കുന്നു. ഇവനെ ഗളച്ഛേദം ചെയ്ത് ശിരസ്
ഒരു താലത്തിലെടുത്ത് ദേവയാനിക്ക് സമർപ്പിക്കുക.